അപേക്ഷ തള്ളിയ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിൽ പിഴവുണ്ട് എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. മറ്റെന്തൊക്കെ വാദങ്ങളാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ പരാതി യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇതുവരെയും MLA കുറിച്ച് ഒരു വിവരവുമില്ല. എവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. 10ാം ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒളിവിൽ പോയിട്ട്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് പിന്നാലെ രാഹുൽ കീഴടങ്ങിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല. പകരം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ച വാദങ്ങൾ ഈ ഹൈക്കോടതിയുടെ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും തനിക്കെതിരെ ഉള്ളത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിൽ നടന്നത് എന്നുള്ളതാണ്. അതായത് പരാതിക്കാരി പരാതി വളരെ വൈകിയാണ് നൽകിയത്. മാത്രമല്ല, ഒരു പോലീസിൽ നൽകേണ്ട പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകി. അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരിക്കെതിരെ ചില തെളിവുകൾ താൻ ഈ കോടതിയിൽ, തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. പക്ഷേ അത് പരിഗണിച്ചില്ല ഈ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി. മാത്രമല്ല, ഈ ഉത്തരവിൽ ചില പിഴവുകളുണ്ട് എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. അതോടൊപ്പം തന്നെ ഈ ലൈംഗിക ബന്ധത്തിലടക്കം ഈ ബലാത്സംഗം നടന്നിട്ടില്ല, ഉഭയസമ്മതപ്രകാരമാണ് ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. മാത്രമല്ല, ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്കെതിരെയുള്ള കേസ് എന്നുള്ളതാണ്. തൻ്റെ ഭാഗം കേട്ടില്ല. മാത്രമല്ല, അന്വേഷണത്തോട് സഹകരിക്കാൻ താൻ തയ്യാറാണ്, അറസ്റ്റ് തടയണം എന്നീ ആവശ്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും കോടതിയുടെ തീരുമാനം ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്നിപ്പോൾ കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു അറസ്റ്റ് തടയുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യമായി ഉള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയം അറസ്റ്റ് തടയണം എന്നൊരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ, അല്ലെങ്കിൽ ഈ വിധി ഉണ്ടാകുന്നവരെ അറസ്റ്റ് തടയണമെന്നൊരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുക സാധ്യതയുണ്ട്. ഏതായാലും അതാണ് ഇന്ന് നിർണായകമാവുക. അറസ്റ്റ് തടയണം എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി പോയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ വീണ്ടും ഒളിവിൽ തുടരുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ, പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷം തന്നെ ഈ മാങ്കൂട്ടത്തിനെ പിടിക്കാത്തതിനെതിരെ ആരോപണം ശക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമായാണ് ഇത്രയും ദിവസമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാത്തത് എന്നുള്ള ആരോപണം ഇന്നലെ VD സതീശൻ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിലെ പല നേതാക്കളും അത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. 9ാം തീയതി ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതുവരെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും ദിവസമായി ഒരു MLA, നാട്ടുകാർക്ക് ഒക്കെ കണ്ടാൽ അറിയുന്ന ഒരാളെ പിടികൂടാൻ എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ ഇയാൾ കർണാടകയിലുണ്ട്, അത് കഴിഞ്ഞ് പിന്നീട് വയനാട്ടിലുണ്ട്, പിന്നീട് കർണാടക കാസർഗോഡ് അതിർത്തിയായ സുള്ളിയ എന്ന പ്രദേശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ പ്രതിപക്ഷം തന്നെ കൃത്യമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും നിലവിലില്ല. ഈ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോഴും നിലവിൽ 2 പേർ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫും അതുപോലെ തന്നെ ഡ്രൈവറും കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഏതായാലും ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ അത് നിർണായകമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി 10 ദിവസം, ഇനി എത്ര ദിവസം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒളിവിൽ തുടരും എന്നുള്ള ചോദ്യവും ബാക്കിയാണ്. നമുക്കറിയാവുന്ന പോലെ കണ്ണാടി പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടെയാണ് ഈ യുവതി മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി പരാതി നൽകുന്നത്. ആ സെക്കൻഡിൽ അവിടെ നിന്ന് പോയ
രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പിന്നെ ഒരു വിവരവും ആർക്കും ലഭിച്ചിട്ടില്ല. ഏത് വഴിക്ക് പോയി, എങ്ങോട്ട് പോയി എന്നുള്ള വിവരങ്ങളൊന്നും ആദ്യ മണിക്കൂറുകളിലൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ഒരു ചുവന്ന പോളോ കാറിൽ ഇയാൾ ഈ CCTV ഒക്കെ ഒഴിവാക്കി രക്ഷപ്പെട്ടു എന്നുള്ളത് വരുന്നത്. പിന്നീട് 2 ദിവസം കഴിയുമ്പോഴാണ് ഇയാൾ കർണാടകയിലെ ഒരു റിസോർട്ടിൽ, കർണാടക തമിഴ്നാട് അതിർത്തിയിൽ ഒരു റിസോർട്ടിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത്. അതിനുശേഷം ഇയാൾ ബംഗളൂരുവിലേക്ക് കടന്നു. അവിടെ ഒരു വീട്ടിൽ ഒരു അഭിഭാഷകയുടെ സഹായത്തോടെ താമസിച്ചു എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അന്വേഷണ സംഘം അവിടെ ഒക്കെ എത്തിയെങ്കിലും അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അതിർത്തിയിലൊക്കെ വലിയ പരിശോധനയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനായി നടത്തുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും ഇന്നലെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലൊക്കെ വലിയ പരിശോധന അവിടെ നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനായി. ഏതായാലും പരിശോധനയും തെരച്ചിലും ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതേസമയം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം പ്രധാനപ്പെട്ടതാവും. മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം പ്രതികൂലമായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഒളിവിൽ തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, വ്യക്തമാണ്. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്നും കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജിയിലെ വാദം. അതേസമയം 10ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.